മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനുള്ള ചർച്ചകൾ ഇന്ന് രാജ്യ തലസ്ഥാനത്ത് നടക്കും. കേരളത്തിലെത്തിയ ഹൈക്കമാൻഡ് നിരീക്ഷകർ നൽകുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനമെടുക്കുന്നത്. ഇന്നലെ തിരുവനന്തപുരത്ത് നിയുക്ത കോൺഗ്രസ് എംഎൽഎമാരെയും ഘടകകക്ഷി നേതാക്കളെയും AICC പ്രതിനിധികൾ നേരിട്ട് കണ്ടിരുന്നു. ആരാകണം കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന കാര്യത്തിൽ തിരക്കിട്ട ചർച്ചകളാണ് ഡൽഹിയിലും കേരളത്തിലുമെല്ലാം നടക്കുന്നത്. ഇന്ന് ചർച്ചകളുടെ എല്ലാം കേന്ദ്രമായി ആദ്യം മാറിയത് തിരുവനന്തപുരത്തെ പാർട്ടി ആസ്ഥാനമായ ഇന്ദിരാഭവൻ. മൂന്ന് ക്യാമ്പും ഒരുപോലെ ആത്മവിശ്വാസത്തിലാണ്. 45 MLA-മാരുടെ പിന്തുണയുണ്ട് എന്ന് KC വേണുഗോപാൽ വിഭാഗം പറയുന്നു. എന്നാൽ 35 MLA-മാരുടെയും ഘടകകക്ഷികളുടെയും പിന്തുണയുണ്ട് എന്നുള്ളതാണ് VD സതീശൻ ക്യാമ്പിന്റെ അവകാശവാദം. 23 മുതൽ 25 വരെ MLA-മാർ തങ്ങളെ പിന്തുണച്ചിട്ടുണ്ട് എന്നും മുതിർന്ന നേതാവെന്ന പരിഗണനയിൽ മുഖ്യമന്ത്രിയാകാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് രമേശ് ചെന്നിത്തലയ്ക്കൊപ്പമുള്ളവർ പങ്കുവയ്ക്കുന്നത്. ഉച്ചയ്ക്ക് ശേഷം ഘടകകക്ഷികളുമായുള്ള ചർച്ച. 4 മണിയോടെ വിവാന്ത ഹോട്ടലിലേക്ക് ഘടകകക്ഷികൾ ഓരോരുത്തരായി എത്തിത്തുടങ്ങി. ആദ്യ ചർച്ച ഷിബു ബേബി ജോണുമായി. RSPയുടെ നിലപാട് ഷിബു ബേബി ജോൺ പറഞ്ഞു. കോൺഗ്രസ് പാർട്ടി ഏത് നേതാവിനെ തീരുമാനിക്കുന്നോ അത് ഞങ്ങൾക്ക് സ്വീകാര്യമാണെന്ന് അറിയിക്കുകയും ചെയ്തു. കേരളത്തിന്റെ പൊതുവികാരം കണക്കിലെടുത്തുള്ള തീരുമാനമുണ്ടാകണമെന്ന് ലീഗ് നേതാക്കൾ ഹൈക്കമാൻഡ് പ്രതിനിധികളെ അറിയിച്ചു. തീരുമാനം എത്രയും വേഗത്തിൽ വേണമെന്നും ലീഗ് നേതാക്കൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പാർട്ടിയുടെ ഒപ്പീനിയൻ അവരോട് അറിയിച്ചു. അതിനി അവരുടെ ലീഡർഷിപ്പിനെ അറിയിച്ച് അവിടുന്ന് പിന്നെ എന്താ അതിൻ്റെ നടപടിക്രമം എന്നുള്ളത് ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ്. കുറച്ചുകൂടി വ്യക്തതയോടെയുള്ള നിലപാടാണ് കേരള കോൺഗ്രസിന്. പൊതുവികാരം മനസ്സിലാക്കി മുന്നണിയെ ഒറ്റക്കെട്ടായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരാളെ മുഖ്യമന്ത്രിയായി നിശ്ചയിക്കണമെന്നാണ് PG ജോസഫ് പറഞ്ഞു വെക്കുന്നത്. അനൂപ് ജേക്കബ്, CP ജോൺ, മാണി സി കാപ്പൻ തുടങ്ങിയ നേതാക്കളുമായും ഹൈക്കമാൻഡ് നേതൃത്വം കൂടിക്കാഴ്ച നടത്തിയിരുന്നു. MLA-മാരുടെയും MP-മാരുടെയും മുതിർന്ന നേതാക്കളുടെയും ഘടകകക്ഷി നേതാക്കളുടെയും എല്ലാം അഭിപ്രായം കേട്ട് അത് രേഖപ്പെടുത്തി ഡൽഹിക്ക് മടങ്ങിയിട്ടുണ്ട് നിരീക്ഷക സംഘം. ഹൈക്കമാൻഡിനെ ഇന്നോ നാളെയോ ഈ വിവരങ്ങൾ ധരിപ്പിക്കും. അതിനുശേഷം ഹൈക്കമാൻഡ് ഡൽഹിയിൽ നിന്നും കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കും. അമൽ തേൻപറമ്പിൽ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.